അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് വീഡിയോ അല്ല. ഇത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് കരിയറിന് വെയിറ്റ് ചെയ്ത് കരിയറിൻ്റെ കാര്യത്തിൽ ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരും പഠിപ്പ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു കരിയറിൽ എത്തിച്ചേരാനും നല്ലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ചിലർക്ക് ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. കുറേ പേർക്ക് നമ്മളെ ഫാമിലീനെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം, അതായിരിക്കുമല്ലോ എല്ലാവരുടെ മോട്ടീവ്. പക്ഷേ ഇതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളതായിട്ട് മനസ്സിൽ കാണുന്നുണ്ട്. കുറേ പേരുടെ PSCക്ക് ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നും രണ്ടും തവണ ഫെയിലായിട്ട് പോയവരുടെ ഒരു എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട് PSCക്ക് ട്രൈ ചെയ്തിട്ട്. പിന്നെ പുറത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ പുറത്തോട്ട് പോകാനും PSCക്ക് വേണ്ടി ട്രൈ ചെയ്ത് ഫെയിലായിട്ടുള്ളവരുടെയായിട്ട് എനർജീസ് ഇവിടെ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം 10 ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട്, 11 ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ അയക്കുന്ന ഒരു കരിയർ എന്ന് പറയാനായിട്ട് അതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ കാണുന്നില്ല. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ ഒരു ബോസ്, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും ഒരുപാട് ഹരാസ്മെൻറ്റ്, ഒരുപാട് കൺട്രോളിങ്, അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് പേർക്ക് നല്ലൊരു ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് ചെയ്യൂ എന്നാണ്. യൂണിവേഴ്സിൽ നിന്നും ഒരു യെസ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, മെജിഷ്യൻ കാർഡ് ഉണ്ട്. അത് മെജിഷ്യൻ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബിസിനസ്സിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നവർക്ക് അതൊരു യെസ് കാർഡാണ്. കാരണം ഇവിടെ ബിസിനസ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ, അതായത് എന്താ പറയുക, ഒരു 3 to 6 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു കരിയറിൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ്സിലായാലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒരു ലോസ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് ലോസ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളത്തിൽ വരച്ച വല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ബിസിനസ് സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒരുപാട് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് എക്സ്പെൻസ് അധികമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പിന്നെ എന്താ പറയുക, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിട്ടും കുറേ വൈബ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ, അതായത് നിങ്ങൾ ഒരു പാട്ട്, ഡാൻസ് എന്നുള്ള കഴിവുകളൊക്കെ ഉള്ള വ്യക്തികൾ കൂടുതലായിട്ട് ഇതിലെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മാച്ചായിട്ട് നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ കരിയർ, നിങ്ങൾ എത്താൻ ആഗ്രഹിച്ച ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതായിരുന്നില്ല എന്നതാണ് എനിക്ക് ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപാട് പേർക്ക് വേറെ കാണാൻ കിട്ടുന്നത് എന്താ പറയുക, ലവ് റിലേഷനിൽ പെട്ട് നിൽക്കുന്നവരായിട്ടും കാണുന്നുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്നൊരു കരിയർ സെറ്റിൽഡ് ആക്കിയാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നവരും കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറയാനായിട്ട് ഇതിൽ കൂടുതലും എനിക്ക് എല്ലാവർക്കും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കരിയറിൽ വളരെയധികം ചേഞ്ചസ് വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് തിരിയും എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പാസ്റ്റിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് ലോസ് തന്നെ, ആ ഒരു ഫീൽഡിൽ ഒരുപാട് ഹാരാസ്മെൻറ്റും ലോസും ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ട്. ഒരുപാട് പെയിൻഫുൾ കരിയർ റിലേറ്റഡ് ആയിട്ട് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനൊക്കെ ആയിട്ട് ട്രൈ അവർക്കൊക്കെ എല്ലാവർക്കും തടസ്സങ്ങൾ, ബ്ലോക്കേജ് വരുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകൾ എന്ന് പറയാനായിട്ട്. അത്ര നല്ല ഒരു സമയമായിട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഒട്ടും തന്നെ ഇല്ല. വേറൊരു ജോബ്, വേറൊരു കരിയറാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അല്ല നിങ്ങൾ നോക്കുന്നത്, വേറൊരു ഇതിലേക്കാണ്. നിങ്ങൾ ഇപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു കരിയർ വഴിത്തിരിവ് എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടൊരു യോഗം ഇപ്പോൾ ഈ കാണുന്ന പലർക്കും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ പോസിറ്റീവ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതിനടുത്ത് ഇവിടെ പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് അടുത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
പിന്നെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് പേരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവരിൽ നിന്നും ഒരുപാട് എന്താ പറയുക, വർക്ക് പ്രഷറും സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒട്ടും കോൺഫിഡൻസ് അല്ല, ഇപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് പോയൊരവസ്ഥയാണ്. കാരണം നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. കുറേ പേര് മാനിഫെസ്റ്റേഷനും അഫർമേഷനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ടും എനിക്ക് ആ ഒരു കരിയറിൽ ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ലോ കോൺഫിഡൻസ് ആയിട്ടാണ്, ലോ വൈബ്രേഷൻ ആയിട്ടാണ് ഇതിൽ പലർക്കും എനിക്ക് കാണുന്നത്. അവരേതായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവരൊട്ടും തന്നെ യോജിച്ച് പോകാനായിട്ട്, ചിലർ ജോബ് വിട്ടാലോ അല്ലെങ്കിൽ ജോബ് വിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നിൽക്കുന്നവരായിട്ടും ഒരുപാട് പേരെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഒരു ലോ കോൺഫിഡൻസ് ആണ് കരിയറിൽ. ഇപ്പോൾ കരിയറിൽ കുറേ പേർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേർക്ക് റിലേഷൻഷിപ്പ് നിൽക്കുന്നതായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും കാരണം നിങ്ങൾക്ക് ഇതിലേക്ക് ഭയങ്കരമായിട്ടൊരു കോൺസെൻട്രേഷൻ നടത്താനായിട്ട് ചാൻസ് കിട്ടുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താവും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മളെ കൈവിട്ടു പോകുമോ, അത് നമ്മളിൽ നിന്നും അകന്നു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. അത് ഒട്ടുകൊണ്ടും അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പേടിക്കാനില്ല. നിങ്ങൾ സെറ്റിൽഡ് ആവണവരെ കാത്തിരിക്കും. ആൾക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റ് നിങ്ങൾ നടത്തിയാൽ മാത്രമേ അതിലേക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവിടെ സാധിക്കുന്നുള്ളൂ. പിന്നെ മാരേജ് ആയിട്ട് കണക്ഷനായിട്ട് കുറേ പേർക്ക് ഇവിടെ കാണുന്നുണ്ട്. അതായത് മാരേജ് നോക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്നാൽ പോലും ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മാരേജ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരോടും പറയാനുള്ളത്, എനിക്കൊരു 6 months ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാ രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ പോസിറ്റീവായിട്ടുള്ളൊരു കരിയറിനും കാര്യങ്ങൾക്കും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ ഒരു വെള്ളത്തിൽ വരച്ച വര എന്ന പോലെ ആയിപ്പോവുകയാണ്. ഇവിടെ പലരും അമ്പലങ്ങളിലൊക്കെ പോയിട്ട്, പള്ളിയിലൊക്കെ പോയിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കും. ഭയങ്കര വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ട് ഇവിടെ കുറേ പേർക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ എല്ലാവരുടെയും ആ ഒരു കോൺഫിഡൻസ് ഒന്ന് ലോ ആയ ലെവലിലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളെ കരിയർ ഇവിടെ സേഫാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ സേഫാണ്. 3 of Cups കിട്ടിയിട്ടുണ്ട്. കാരണം ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ നോക്കുക. പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് രീതിയിലാണെങ്കിലും ഫീൽഡ് ചെയ്യുന്നവരാണെങ്കിലും മടുപ്പുള്ള തോന്നിയിട്ടുള്ള ഇതിലൊക്കെ എനിക്ക് കാണുന്നുണ്ട്. കരിയർ ഒന്ന് ചേഞ്ച് ആക്കിയാലോ, എനിക്ക് ഈ ഫീൽഡ് മടുത്തു, അങ്ങനെയൊക്കെ തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഇവിടെ വെച്ച് സ്റ്റാർട്ടാവാൻ പോവുകയാണെന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളവിടെ എടുത്തിട്ടുള്ള തീരുമാനം ബെറ്ററാണ്. ചിലവർ ഈ ഒരു ജോബ് വിട്ടിട്ട് വേറൊരു കരിയറിലേക്ക് തുടക്കം നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം ഏറ്റവും നല്ലതായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിൽ നല്ലതാണ് വരാൻ പോകുന്നത്. 3 of Cups ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് വളരെ എൻജോയ്മെൻറ്റ്, ഫിനാൻഷ്യൽ അബൻഡൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. കുറേ പേർക്ക് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഈ ഒരു നമ്മളെ കരിയർ വൈസ് ആയിട്ടും കാണുന്നുണ്ട്. നമ്മളെ ഫാമിലിയുള്ളവരും നമ്മളെ ഫ്രണ്ട്സും ഒരുപാട് പേർക്കൊക്കെ നല്ല രീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. എനിക്ക് മാത്രം എന്തേ ദൈവമേ എത്താൻ പറ്റാത്തത്, ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കാത്തത്. കരിയറിലും പഠനത്തിലും നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജി പ്രകാരം എനിക്ക് ഇവിടെ വൈബ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് തമ്മിലുള്ള ഒരു വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ. കസ്റ്റമേഴ്സായിട്ടൊക്കെ ഒരു വാക്ക് തർക്കങ്ങളും കാര്യങ്ങളായിട്ട് പോകുന്നതും, ബോസ് ആയിട്ടുള്ളൊരു വാക്ക് തർക്കങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഓൾമോസ്റ്റ് എനർജീസിൽ എനിക്ക് കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം,
സെവൻ ഓഫ് കപ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരാനായിട്ട് പോവുകയാണ്. ഇനിയുള്ളൊരു 6 മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 6 മാസത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള വഴികൾ എല്ലാവർക്കും ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന 80 to 90% ആൾക്കാർക്കും ഇത് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്.